ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്കുണ്ട്, പിന്നെ അമ്മച്ചി കുറച്ച് ഫ്രണ്ടിലെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കുറേ വേസ്റ്റ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വേസ്റ്റ് സാധനം എടുക്കാനായിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ പുസ്തകം, എൻ്റെ ഡിഗ്രിയുടെയും പി ജിയുടെ ഒക്കെ പുസ്തകം ഇതിൻ്റെ അകത്തുണ്ട്. അതിന് ഏകദേശം നല്ലൊരു റേറ്റ് ആവുന്ന ടെസ്റ്റുകളാണ് കേട്ടോ. ഈ സാധനമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കസാര കൊടുക്കുന്നുണ്ട്, സ്റ്റൂള് 2 ടി വി ഒക്കെ കൊടുക്കാനുള്ള കേട്ടോ. ഈ കസാര നിൽക്കട്ടെ. കുറേ ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലകത്തെ ഫുള്ള് വേസ്റ്റ് സാധനങ്ങളും ഉണ്ട്. ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പെയിൻ്റൊക്കെ ചെയ്തപ്പോൾ എടുത്ത് മാറ്റി വെച്ചതാണേ. കുറേ ഉണ്ട്. ആ അതായത് കൂട്ട് ആ ലോട്ടസിൻ്റെ അതങ്ങടുത്ത് ആ സ്പ്രേയും മറ്റേത് നല്ല സാധനമാണ് കേട്ടോ. ലോട്ടസിൻ്റെ മറ്റേ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലും ഉപയോഗിക്കാമല്ലേ. ഇത് മൗത്ത് വാഷ് നല്ലതാണ്, ഹെർബലിൻ്റെ. ബൾബ് പോലീസൊക്കെ എടുത്ത് വെച്ചേക്കിട്ട്. പൈപ്പും കൊള്ളുകയല്ലേ അത്? ഓസ് കൊള്ളുകയല്ലേ? 5000 തന്നെ നഷ്ടമല്ലേ. ആവശ്യമുള്ളതാണ് ഇത്. അത് കുഴപ്പമില്ല, സിസോടെ അതൊക്കെ കുഴപ്പമില്ല. ഇതൊക്കെ കത്തിച്ചളയാ ഏട്ടാ. ആ സാധനം തന്നേട്ടാ. ഇത് എന്തൊക്കെ ഉണ്ടോ കാണും. എല്ലാം മരിപ്പറിക്കാൻ നോക്കിപ്പോയി ഉണ്ടെങ്കിൽ നോക്കി എടുത്ത് വെച്ചേക്കാവേ. ആ കസാരയും വേണ്ട, ഇതിൻ്റെയും പരിപാടി കഴിഞ്ഞതാ. അടിയിലിരിക്കുന്ന സ്റ്റൂള് നല്ലതല്ലേ അമ്മ? ആണോ? അത് നല്ലതാ. ഇനി വരുമ്പോഴത്തേക്കും അതും പൊട്ടും. ഇല്ല. കിട്ടിയല്ല പൊണ്ടേ ഞാൻ തന്നെ. ഇരുമ്പില്ല, ഇരുമ്പുണ്ടെങ്കിൽ തൂക്കി എടുക്കായിരുന്നു. ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. ഇരുമ്പണ്ടി എത്രയ്ക്ക് എടുക്കും? ഇരുമ്പ് 22 കിലോ. അയ്യോടി അരായക്കട കൊണ്ട് കൊടുത്താൽ 50 രൂപ കിട്ടൂല. ആ ഇരുമ്പിന് ഞാൻ കൊണ്ട് കൊടുത്താൽ ഇതാണ്. ആ അല്ല 200 രൂപ. ആ സാരമില്ല, 200 രൂപ. ആ വേസ്റ്റ് അങ്ങ് ഇതുങ്ങൂല്ലോ. 100 രൂപ എടുത്താൽ നിങ്ങൾ ഇത് ഇവിടെ ഇട്ടാലും നമുക്ക് പ്രയോജനമില്ല. ഇത് മതി. അതിനാന്ന് നോക്കിയാ അതും കിട്ടടി. ഏത് പിന്നല്ലേ ഇതാ അതല്ലേ ഈ ഇതിനകത്ത് എന്തുവാ? സിമെന്റ് അല്ലേ? വൈറ്റ് സിമെന്റ്. അത് ഇത് എടുത്ത് പുട്ടി വരുവാ. കൊച്ചിനൊക്കെ ലിതിമോള് കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, ഞാനൊന്ന് ചെല്ലട്ടെ. അപ്പം അമ്മ എന്ത് പരിപാടിയാണ്? അമ്മയുടെ പരിപാടി ഞാൻ ദേ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കപ്പയിടാൻ പോകും. ഇപ്പോൾ ഒരാൾ ദേ എവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്താ പണിയെന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് പണി?
വേസ്റ്റ് കോരിയെടുത്തേ. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വേസ്റ്റ് കുഴി നിറഞ്ഞു, അപ്പോൾ അത് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ അമ്മ അതത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആയിട്ട് അപ്പുറം ഇപ്പുറം 2 ഷീറ്റ് വെച്ചു. കമത്ത് ഷീറ്റല്ലേ? അതെ. അല്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ടാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി വേസ്റ്റ് ഇടുന്നതാണ് നല്ലത്. നോക്കി വേണം, അവിടെ ഇന്നാളെ അടിയിലൊരു പാമ്പുണ്ടായി, നോക്കി എടുക്കണേ. അപ്പോൾ ഫ്രണ്ടിൽ എന്തായിരുന്നു പണിയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ടിൽ നിന്നിരുന്ന റോസയൊക്കെ വെട്ടിക്കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. റോസയും പിന്നെ മുട്ട പഴത്തിൻ്റെ ഒക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ എന്താ പരിപാടിയായിരുന്നു നമുക്ക് നോക്കാം. ഞാൻ പാർക്കിലായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് പണിയൊന്നും എടുക്കാൻ പറ്റിയില്ല. കാണിക്കാതെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ദേ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ. കുറേ എടുത്തിട്ടുണ്ടല്ലോ. 1 2 3 4 5 6 7 8 9 10 11 മൂട് എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ എന്താ പരിപാടി? മെഷീനിലാണ് ഇപ്പോൾ പരിപാടി. ആദി ഇനി അതെല്ലാം കൂട്ടും കേട്ടോ. ഇന്നാളെ നമ്മൾ കപ്പയിട്ട മേളിലത്തെ ചേച്ചിയോടെ അല്ലേ ചാണകം മേടിച്ചേ? ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്ന കേട്ടോ കപ്പ ഇട്ടത്. 6 മാസമൊക്കെ കഴിഞ്ഞില്ല നമ്മൾ ആദ്യത്തെ കപ്പ ഇട്ടിട്ട്. ഞാൻ ഉടനെ കൂട്ടട്ടെ? ഞാൻ കൂട്ടാ, കൊണ്ടുവാ. എനിക്ക് ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ആ കറി ഇന്ന് ജസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മയുടെ കൂടെ കൂടാം കേട്ടോ. അപ്പം ഞാൻ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ചേനക്കറിയാണ് കേട്ടോ. തേങ്ങ ഒന്ന് അരയ്ക്കാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇച്ചിരോട് പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. എന്നിട്ട് പുറത്ത് അമ്മച്ചിയുടെ പണി. അല്ല, കിളച്ചിളക്കിലേക്ക് കപ്പ ഉണ്ടാവില്ല. കിളച്ച് കയറ്റി പോയി. അങ്ങനെയാ. ലിതി ഉറങ്ങിയോ? മടുത്താ? തുണി വാരിച്ചാരാ? തുണി വാരിയാ ചാർജിലിട്ടാറ്. തുണി വാരി പുറത്തേക്ക് കഴിയിടാം. ഞാൻ കഴിക്കോളാം. കുളിച്ചിട്ട് വരാം. വേസ്റ്റ് വരിക കുളിക്കണം ഇപ്പോൾ തന്നെ. ഓക്കെ. വെള്ളം വെച്ചേരെ. എന്തായി ഇവിടുത്തെ കാര്യങ്ങൾ? അതെ, കപ്പയും കുത്തി എത്രയോട്ടെന്ന്. അത് ശരി. ഈ പ്രാവശ്യം കൂടുതൽ തടവെടുത്ത് കേട്ടല്ലേ? ഇതേ കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പ കിടക്കുന്നു 2. ഇതെവിടെ ഇരുന്ന് വെച്ചേ? ഇതല്ലേ ചീരേരി? ഞങ്ങളുടെ അടുത്ത് ചീര നടാൻ പോകട്ടോ. ഞാൻ കുറച്ച് വിതറട്ടാണ്. കുറച്ച് ഇടണം. അതിൽ ഇരി അങ്ങിട്ടാൽ മതി. മൊത്തം ഇടണ്ട. കപ്പയുടെ ഇതിൻ്റെ അകത്തോടെ മൊത്തം അങ്ങിട്ടാൽ മതി. ചുമ്മിങ്ങനെ വിതറിടണം. ശരി, നമുക്ക് വിതറാം. അതിനെൻ്റെ പേര് കയ്യിൽ നിന്ന് പോയില്ല. പിന്നെ ചാടാത്ത അവന് ചോറ് വേർത്തില്ല. ഇത്ര ഇട്ടാൽ മതി. മതി മതി മതി. നമ്മളിങ്ങനെ വിതറി കൊടുക്കുക. അതെ, ചുമ്മാ വിതറുക. കുറച്ചിട്ട് ഓക്കെ പോരെ. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ നട്ടിട്ടുണ്ടല്ലോ? അവിടെ ചേമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ കുറേ തല എന്ത് ചെയ്യമ്മ? അപ്പുറം കൊണ്ട് നട്ടോ? ശരി. ഇന്ന് കുളിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ അലക്കിയോളാം. അപ്പൊ നമ്മള് അതെ എവിടെ പോണ? ആദി
മുടി വെട്ടണം, ആദ്യം മുടി വെട്ടണം കേട്ടോ. ഇച്ചിരി മുടി വളരുകയൊക്കെ ചെയ്തപ്പോൾ ഒന്ന് വെട്ടാന്ന് വിചാരിച്ചു. പരീക്ഷയ്ക്കൊക്കെ പോകണമെങ്കിൽ മുടി വെട്ടണം. ലിതിയമ്മയും കുഞ്ഞാവയും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അവിയലിനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അതിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പൊ അതിച്ചിരി കുറഞ്ഞിട്ട് മുടിയൊക്കെ വെട്ടിക്കാന്ന് ഓർത്ത് ഞങ്ങൾ ഇരുന്നതാണ്. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ അതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ. ലിതിയമ്മയുണ്ട്, തിരിച്ചു വന്നിട്ട് ലിതിയമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ വാടാ. അപ്പൊ ഏലിക്കുട്ടിയമ്മ ബാങ്ക് വരെ താഴെ സഹകരണ ബാങ്ക് വരെ പോയിക്കുവാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയപ്പോൾ അത് ശരിയായില്ല. കാരണം അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമാണ് നമ്മുടെ ഗോൾഡൊക്കെ പണയം വെക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് മാത്രം അവിടെ, അമ്മയ്ക്കും ചാച്ചനും മെമ്പർഷിപ്പ് ഉള്ളൂ. എനിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ച് കയറി വന്നു കേട്ടോ. അപ്പോൾ ഒരു റിങ് വെക്കാനായിട്ട് പോയേക്കാം. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. പിന്നെ കാണുന്ന കാറെല്ലാം BMW. പിന്നെ ഇതേ വരുന്നാരാ? ഞങ്ങളിവന് മുടി വെട്ടിക്കേ. പൈസ ഇടണ്ടേ അക്കൗണ്ടിൽ? വാ. എന്താ പച്ചക്കറി മേടിക്കണോ അല്ലേ? എന്നാ ഉണ്ട് പറയടേ. ഇത് BMW. എന്നെ എന്ത് പകാനി? പങ്കാനിയോ? പകാനൊരു കാറ. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. കാരണം കട അടച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം പോകണം. ചിലപ്പോൾ വൈകുന്നേരം പാലത്തിങ്കൽ കൊണ്ടുപോയി മുടി വെട്ടിക്കേണ്ട വരും. ചേട്ടൻ അവിടെ തുറന്നിട്ടില്ല. ഇതപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് ജോലി ഉണ്ടല്ലോ, അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ച് വെറുതെ താഴെ വരെ ഇറങ്ങിപ്പോയി. പിന്നെ നല്ല വെയിൽ. ആദ്യം ഓടിപ്പോയി കേട്ടോ. ഞാൻ പിന്നെ പയ്യെ നടന്നങ്ങ് പോവാ. അമ്മച്ചി കടയിൽ പച്ചക്കറി മേടിക്കാനായിട്ട് കയറി. അപ്പോൾ ഡയറി മിൽക്ക് മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നേ. അപ്പോൾ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈകുന്നേരം വരുമ്പോൾ മേടിച്ച് തരാടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അവൻ പിണങ്ങി പോയതാണ് കേട്ടോ സ്പീഡിൽ. ഇന്നലെ എനിക്ക് മസാജൊക്കെ ചെയ്ത് തന്നു, കാലിൽ മസാജൊക്കെ ചെയ്ത് തന്നിട്ട് ഡയറി മിൽക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ വൈകുന്നേരം മേടിക്കാം. ചില്ലറ ഇല്ലല്ലോ, അക്കൗണ്ടിലും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം മേടിക്കണം. അപ്പോൾ ഹലോ, ഞാനതേ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് അവിയലുണ്ട്, തോരനുണ്ട്, ചെറുപയറുണ്ട്, പിന്നെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ കുറേ ആയി അവിയലൊക്കെ ഇവിടെ വെച്ചിട്ട് കേട്ടോ. എനിക്ക് ഫേവറേറ്റ് ആണ് ബീട്രൂട്ട് തോരൻ, അവിയലൊക്കെ. സൂപ്പർ. എനിക്ക് അവിയലിൻ്റെ അകത്ത് തൈര് ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ തൈര് ഒഴിക്കുന്നവരുണ്ടെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്യണേ. സൂപ്പർ. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ വീണ്ടും ഞാനും ആദ്യം കൂടെ മുടി വെട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ. നോക്കടാ, ആദ്യം പോയപ്പം പറ്റിയില്ലല്ലോ. ഇപ്പം പോയി ഞങ്ങൾ മുടി വെട്ടിച്ചല്ലോ. വെയിലങ്ങ് മാറിയില്ല കേട്ടോ. വെയിലങ്ങ് മാറിയിട്ട് പോകുന്ന വിചാരിച്ചു. നല്ല ചൂടാനി. നമുക്ക് ഷീറ്റ് കൂടെ ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും കേട്ടോ പകലൊക്കെ. രാത്രി അത്ര പ്രശ്നമില്ല, രാവിലെ സൂപ്പറായിരിക്കും. ബാ. ഇപ്പോഴും ഞങ്ങൾ ചമ്മി കേട്ടോ. എന്താണ് അത് ചമ്മിയത്? ആദ്യം കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഡയറി മിൽക്ക് സിൽക്കൊക്കെ കിട്ടി കാണിച്ച്, ഡയറി മിൽക്കിന് സിൽക്കും മേടിച്ച് അതിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചാൽ അതിക്ക് മുടി വെട്ടാനും വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇല്ല, തുറന്നിട്ടില്ല. നമുക്ക് അവിടെ പോയി വെട്ടിക്കാടാ ഇനി ഒന്ന് നാളെ കേട്ടാ. കൊള്ളാവോ? കാണിച്ചാൽ നോക്കട്ടെ. നല്ലതാ മാമി, അങ്ങനെ പറഞ്ഞടാ, പറഞ്ഞടാ. അപ്പം ഞാൻ ലിതിമോക്ക് വേണ്ടിയിട്ട് 3 ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മൾ സിബൊക്കെ വരുന്നേ, അത് നല്ലത്.
എവിടെ ഇത് തുറക്കുന്നത്? അതേ ഇവിടെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല മെറ്റീരിയൽ. ഒത്തിരി വലുതായി പോയ മോനെ ഇല്ലല്ലേ? അടിച്ചാൽ മതി. ഇത് കുറച്ച് നല്ലതല്ലേ? ഓറഞ്ച് എല്ലാം കൂടി ഇവിടെ ഒരെണ്ണം. ഇതുണ്ടോ നോക്കട്ടെ ആദ്യം. ഇതിന് സിബില്ലടി. കാണിച്ചേ മുമ്പിൽ എന്തേലും അതിനെങ്കിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് എടുക്കണായിരിക്കും ഭാവേ. ഇങ്ങനെ എടുക്കണതായിരിക്കും, മനസ്സിലായോ? ആ അത് അടിപൊളി, എനിക്കിഷ്ടം. തിരിച്ചു കാണിച്ചേ. കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല മെറ്റീരിയൽ നോക്കി വെച്ച് നല്ല കോട്ടൺ തുണിയാ. ഫുള്ള് ഇട്ടാ മതി, പാൻ്റ് ഒന്നും വേണ്ട. തന്നെ മറിച്ചല്ല. സിബിന് എന്ത് ചെയ്യും ഭാവേ? എനിക്ക് തോന്നുന്നു ഇറക്കിയിട്ട് കൊടുക്കാൻ തോന്നുന്നു. ഇത് കുഴപ്പമില്ല, ഇട്ട് നോക്കിയിട്ട് അങ്ങ് കൊടുക്കാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ഇടാം. വേണ്ട, ഞാൻ സിബ് കൊടുക്കണ്ട. ഇനി ടോട്ടൽ എത്രയാണ്? നല്ല തുണി, നമുക്ക് ഒരെണ്ണവും കൂടി അങ്ങോട്ട് എടുക്കാം. കൊള്ളാം കേട്ടാ. പാൻ്റ് ഇത് വേണ്ട, അടിയിലൊക്കെ അത് കൊള്ളാം. അത് അടിപൊളിയാണ്, നല്ല കളറ്. എല്ലാം കൂടെ കൂട്ടി 1500 സംതിങ് അങ്ങനെ എന്തോ തോന്നുന്നു. നല്ല കാണിച്ച് തുറന്ന് കാണിച്ചേടാ അത്. തിരിച്ച് നീയല്ലേ, നീ എന്നെ നോക്കട്ടെ. ഞാനിത് ബനിയൻ ക്ലോത്താന്ന്, പക്ഷെ വേറെ തുണി നോക്കിയാ വെച്ച് പിടിച്ച്. നല്ല ഭംഗിയുണ്ടല്ലേ. ആ നല്ലതാട്ടോ. സൈഡ് അടിച്ചില്ലേലും കുഴപ്പമില്ല, ഇതല്ലേ ഉള്ള അതിന് കെട്ടുള്ളതുകൊണ്ടേ. ഒന്നും ചെയ്യണ്ട, ഒന്നൊക്കെ കറക്റ്റ്. അതെ, അല്ല സൈഡ് അടിക്കണം, അല്ലെങ്കിൽ പോകുമല്ലോ. ഇതെല്ലാം മടക്കി വെക്കാം. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. ഇത് നല്ല കട്ടി. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞില്ല. കുറേ ബേബിയുടെ കൂടെയൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് റേറ്റ് എന്താ കാട എത്രയാണ്?